ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ലോഗ്. നമുക്ക് ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? നമ്മളെല്ലാ അമ്മമാരും നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഉച്ച വരെ അവർ വരുന്ന ഒരു 4 മണിക്ക് വരുമ്പോൾ ഒരു 4 മണിക്കാണ് കുട്ടികൾ വരുന്നതെങ്കിൽ ഒരു 2 മണി വരെ നമ്മൾ ചിന്തിക്കും, അയ്യോ എൻ്റെ കുട്ടി വരുമ്പോൾ ഇനി എന്താ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, മോൻ സ്കൂളിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാക്കുക, അവന് കഴിക്കാൻ കൊടുക്കാൻ ഇങ്ങനെ വിചാരിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു, നമുക്കിന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ ചോദിച്ചു. ഗുഡ് ഐഡിയ. അപ്പം എന്താണ്, നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കട്ടെ അച്ഛ പഴംപൊരി ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മളെ വീട്ടിൽ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് ഉള്ള റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആദ്യം ഒരു ബൗള് വേണം. ഇവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലേശം കണ്ട കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് പഞ്ചസാര, പിന്നെന്താ വെച്ചാ ദോശമാവ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മൈദ, അതുപോലെ തന്നെ കടലമാവ്, നല്ല ശുദ്ധമായ പച്ചവെള്ളം, ഇതാണ് എടുത്തത്. എന്തിനാ വെച്ചാ ഈ അരിമാവ് എടുക്കുന്നത് എന്തിനാണ്? ബലം കിട്ടാനാ? അങ്ങനെ എന്തിനാ? പത കിട്ടാനോ? പൊന്തി കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അത് അച്ഛനാണ് നമ്പർ 1 കുക്ക്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അത് എത്ര മണിക്കൂർ അച്ഛാ? അത് അരമണിക്കൂർ അടിച്ചേക്കുക. അപ്പൊ ഫ്രിഡ്ജിലാണെങ്കിൽ എത്ര? ഫ്രിഡ്ജിലാകുമ്പോ 1/4 മണിക്കൂറും, സാധാ നമ്മള് നോർമല് മാവ് പിന്നെ ഇതാക്കി വെക്കാന് അരമണിക്കൂർ എടുക്കുക. അപ്പൊ അച്ഛാ നമുക്കൊന്ന് നോക്കി നോക്കാം. മാവ് ഒന്ന് കൂട്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല നമുക്ക്? ആദ്യം പഞ്ചസാര ഇടുക, പിന്നെ ദോശമാവ് പിന്നെ മൈദമാവ്. അങ്ങനെയൊന്നും ഇല്ലല്ലേ, നമ്മൾ എടുത്ത പഴത്തിനനുസരിച്ചുള്ളത് എടുക്കുക അല്ലെ? ഗൈസ്, ഒരു കണക്കൊന്നുമില്ല. ഇപ്പൊ നമുക്ക് കടലമാവ്. ഇതിപ്പോ അച്ഛൻ എന്താ പറയാ, എക്സ്പേർട്ട് കുക്കായോണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്കൊരു 2 ഗ്ലാസ് മൈദ എടുക്കുക അല്ലെ അച്ഛാ? 2 ഗ്ലാസ് മൈദ. അപ്പൊ 2 ഗ്ലാസ് മൈദ എടുക്കുമ്പോ 2 ഗ്ലാസ് കടലമാവും വേണം. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി. നല്ല പഴുത്ത പഴാണെങ്കിൽ മഞ്ഞപ്പൊടി ആവശ്യമില്ലല്ലോ അച്ഛാ? മഞ്ഞപ്പൊടി വേണം. മഞ്ഞപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് ആവശ്യമില്ല അല്ലെ? ഓക്കെ. ഇനി നല്ല വെള്ളം ചേർക്കുക. ഉപ്പ് കാര്യമൊന്നും വേണ്ട അല്ലെ? ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പ് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഉപ്പ് ഇടാൻ കുഴപ്പമില്ല കേട്ടാ. ഉപ്പ് വേണമെന്നില്ല. ഓക്കെ. ഇത് നമ്മള് ഓരോ വീട്ടിലും ഓരോ തരത്തിലാ ഉണ്ടാക്കുന്നത് അച്ഛാ. ഇങ്ങനെയാണ്. അല്ല അച്ഛ, ഹോട്ടലിലൊക്കെ ആയിരുന്നപ്പോ എങ്ങനെ ഇതില് കൂട്ടിയിരുന്നത്? അതൊന്ന് ഷെയർ ചെയ്യോ? അപ്പ സോഡ ഇടും. ബാക്കിയുള്ളതൊക്കെ ഇതെന്നെയാണ്. ഈ അരിമാവ് ഇടാറുണ്ട് അല്ലേ? ഇഡ്ഡലിയുടെ മാവ് പറ്റുവച്ചാ? ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇഡ്ഡലിയോ ദോശമാവോ ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അരമണിക്കൂർ നമ്മള് പുറത്ത് വെക്കുക. എന്നിട്ട് പഴം, ഇത് വലിയ പഴാവുകൊണ്ട് നടു ഓരോന്ന് മുറിക്കും, എന്നിട്ട് ഇടാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫ്രിഡ്ജിലല്ല വെക്കുന്നത്, പുറത്താ വെക്കുന്നത്. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മുടെ മാവ് സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ പഴം ആവുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെന്ന്, അങ്ങനെ നടുമുറിച്ചെന്ന്. അപ്പൊ ഇനി ഇതാ ചട്ടി ചൂടായിരുന്നു. അപ്പൊ എണ്ണ പാരല്ലേ? ഇതാ എണ്ണ. അല്ല അച്ഛതിൽ ചില ആളുകൾ ഉപ്പിടണ്ടേ? ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ? നല്ല മധുരാണെങ്കില് പഴത്തിന് പഞ്ചാരയുടെ ആവശ്യമില്ല. ഓക്കെ.
ഇതാട്ടോ കണ്ടോ, മാവ് നല്ല സെറ്റായിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ അച്ഛാ. ചൂടായിട്ട് ഇടാൻ പറ്റും. നല്ല പഴുത്ത പഴാണെങ്കിൽ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല അല്ലേ? മഞ്ഞപ്പൊടി വേണമെന്നില്ല, കടലമാവും ഇതും മാത്രം മതി, മൈദമാവും മാത്രം മതി. നമുക്ക് വല്ല വിഷാംശവും കാര്യമൊക്കെ അല്ലേ, അങ്ങനത്തെ നല്ലതാണ് ശരീരത്തിന്. ആയില്ലേ അച്ഛാ, ചൂടായില്ലേ? എനിക്കതല്ല, മാവ് നല്ല സെറ്റായിരുന്നു അല്ലേ? എന്നത്തേക്കാളും കുറച്ചും കൂടി ഉഷാറാ തോന്നുന്നു മാവ്. ഇനി ഇടാൻ പോവാണ്. ഗായ്സ്, അപ്പോൾ പഴംപൊരി ഇങ്ങനെ എണ്ണയെ കിടന്ന് ഇങ്ങനെ ആയി വരികയാണ്. രണ്ടെണ്ണം കൂടി ഇരുന്നുവെച്ചാ അത് വയ്ക്കല് നമ്മുടെ വീട്ടുകളിൽ ഇത്ര വയ്ക്കും. കടകളിലാണെങ്കിൽ വലിയ ചീനച്ചട്ടിയാവും. അപ്പൊ അതില് കുറച്ചും കൂടി പഴം മുറിക്കേണ്ട ആവശ്യമില്ല. ഗൈസ്, അപ്പോൾ എന്താ എണ്ണയിൽ കിടന്നിങ്ങനെ തിളക്കുകയാണ്. നമ്മൾ മാവ് ഉണ്ടാക്കിയിരുന്നത് നല്ല ലൂസല്ല കേട്ടോ, കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയിരുന്നത്. ലൂസാകുമ്പോൾ പഴത്തുമ്പോൾ പിടിക്കില്ല. അച്ഛൻ 2ാം റൗണ്ടിന് വേണ്ടി വീണ്ടും ഇട്ടു. നമ്മളിങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എന്താണ് നല്ല ഒന്നെങ്കിൽ അപ്പഷോടൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര, കുട്ടികൾക്കൊക്കെ ഭയങ്കര കേടുള്ളൊരു സംഭവമാണ്. പിന്നെ കടക്കാർ പിന്നെ ആ ഭംഗിക്കും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടില്ല അച്ഛാ, കാണുമ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പഷോടൊക്കെ ചേർക്കുക. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പഷോടൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാ നമ്മളിപ്പോൾ ഏതൊരു സാധനം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് എന്താണ് ഒരു പിന്നെ കെമിക്കലും ചേർക്കാത്ത അതേ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചിന്ത കൊണ്ടല്ലേ നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുക. അപ്പോൾ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ അതേ മാവന്നേ
പഴംപൊരി നല്ല പാൽച്ചായയും കട്ടൻ ചായ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടാ, അടിപൊളിയാണ്. വെച്ചാൽ കുറച്ച് കട്ടൻ ചായയാണ് വേണ്ടത്. കട്ടൻ ചായ ആണല്ലേ വേണ്ടത്. ആ ഗൈസ്, പഴംപൊരിയും കട്ടൻ ചായയാണ്. കട്ടൻ ചായ കുടിക്കാത്തവർക്ക് പാൽച്ചായയും കുടിക്കുക, രണ്ടും കുടിക്കാത്തവർക്ക് ജ്യൂസ് കുടിക്കുക അല്ലച്ചാ. ആ ഗൈസ്, അങ്ങനെ രണ്ടാം വട്ട പഴംപൊരി ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ പഴംപൊരി രണ്ടാം ഘട്ടും പൂർത്തിയാക്കി. ഞാടണം അച്ഛ, അച്ഛനെ തൊടാൻ അയക്കണില്ല പഴംപൊരിയിൽ. അച്ഛാ, ഒരു ദിവസം നമുക്ക് വട ഉണ്ടാക്കണം കേട്ടോ, പരിപ്പ് വട. ഓക്കെ ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പഴംപൊരി ഇതാണ് നമ്മുടെ പഴംപൊരി. അടിപൊളിയായിട്ടുണ്ടല്ലോ അച്ഛാ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ആ ആ ആ നിങ്ങളോട് അച്ഛൻ എല്ലാരോടും ഉണ്ടാക്കി നോക്കാനാ പറയുന്നത്. അച്ഛൻ എന്തേലും പറയാണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയൂ. ആ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയൂ അച്ഛാ. ആ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടാവും അറിയാം. അപ്പൊ അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണല്ലോ അച്ഛാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ട് അറിയാലോ. ഓക്കെ, ഉഷാറായിട്ടുണ്ട് അച്ഛാ. അപ്പൊ കിച്ചന് ഭയങ്കര ഇഷ്ടാവും. അപ്പോ എന്താ പറയാ, പഴംപൊരി ഉഷാറായിട്ടുണ്ട്. നിങ്ങള് ഈ ഒരു അച്ഛന്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഉഷാറാവും. അപ്പൊ എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.